ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പച്ചടിയുടെ റെസിപ്പിയാണ്. പൈനാപ്പിൾ പച്ചടിയാണ് ഉണ്ടാക്കുന്നത്. സദ്യക്കും പിന്നെ ഊണിനും ഒക്കെ പറ്റിയ നല്ലൊരു ടേസ്റ്റി പച്ചടിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പച്ചടി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള പൈനാപ്പിൾ ചേർക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പ് ചേർക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് വേവിച്ചെടുക്കണം. ഇതിൽ അധികം വെള്ളം ആവശ്യമില്ല. ഇത് വേവാൻ മാത്രമുള്ള വെള്ളം ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. അതിന് ശേഷം ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിക്കാം. ഈ സമയത്ത് നമുക്ക് അരപ്പ് റെഡിയാക്കാം. അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ചിരവിയത് ചേർക്കാം. ഇതിലേക്ക് കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർക്കുന്നുണ്ട്. പിന്നെ 2 പച്ചമുളക് ചേർക്കാം. പിന്നെ ചേർക്കുന്നത് കടുകാണ്. 1/4 ടീസ്പൂൺ കടുക് ചേർക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ ജീരകം കൂടി ചേർത്തിട്ട് നമുക്ക് അരച്ചെടുക്കണം. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഇനി നമുക്ക് പൈനാപ്പിൾ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. പൈനാപ്പിൾ കുറച്ചുകൂടി ഒന്ന് സോഫ്റ്റ് ആവേണ്ടതുണ്ട്. അതുകൊണ്ട് നമുക്ക് 5 മിനിറ്റ് കൂടി ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇനി നമ്മുടെ പൈനാപ്പിളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. അരപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അരപ്പ് ചേർത്തതിന് ശേഷം അധിക സമയമൊന്നും വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഒരു 2 മിനിറ്റ് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ചെറിയ തീയിൽ വെച്ചിട്ട് കുറച്ച് സമയം ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് ചേർക്കാം. ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മുടെ പൈനാപ്പിൾ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇത് കുറച്ച് സമയം ഒന്ന് തണുക്കാൻ വെക്കണം. ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1 കപ്പ് തൈര് ചേർക്കാം. തൈര് ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യണം. പച്ചടി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് താളിച്ച് ചേർക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ചേർക്കാം. വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിക്കാം. പിന്നെ ചേർക്കുന്നത് വറ്റൽമുളകാണ്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് കുറച്ച് സമയം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിന് ശേഷം നമുക്ക് ഇത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പച്ചടിയിലേക്ക് ചേർക്കാം. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പൈനാപ്പിൾ പച്ചടി നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്